ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിന്നിയോട് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിൽ പോയിട്ടും അനുമോൾ ഓൾറെഡി കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഭവവും അനുമോൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് PR കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി വരുന്നതാണ് PR. അപ്പം ബിന്നിയോടുള്ള വിരോധമോ അല്ലെങ്കിൽ ശൈത്യയോടുള്ള വിരോധമോ ആരോടൊരു വിരോധമല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നേയുള്ളൂ. അപ്പം സൂക്ഷിച്ചും കണ്ടും വേണമൊക്കെ നിങ്ങളോടൊക്കെ പെരുമാറാൻ എന്ന് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. പറയാതിരിക്കാനൊരു നിവൃത്തിയില്ല. കാരണം PR പറയുന്നത് എല്ലാവരും പറയുന്നത് അനുമോൾക്ക് PR ഉണ്ട്. ബിന്നി പറഞ്ഞു 16,00,000 PR ഉണ്ടെന്നാണ് പറഞ്ഞത്. അനുമോൾ പറഞ്ഞത് 1,00,000 രൂപയുള്ള PR എന്നാണ് പറഞ്ഞത്. പക്ഷേ ബിന്നിക്ക് 8,00,000 രൂപ PR ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം ഏറ്റവും കൂടുതൽ PR പൈസ കൊടുത്തത് ബിന്നിയാണോ അനുമോളാണെന്ന് ചോദിച്ചാൽ ബിന്നിയാണ് ഏറ്റവും കൂടുതൽ PRന് പൈസ കൊടുത്തിരിക്കുന്നത്. കാരണം 8,00,000 രൂപയാണ് ബിന്നി കൊടുത്തിരിക്കുന്നത്. അനുമോൾ പറഞ്ഞത് 1,00,000 രൂപയാണ് PRന് കൊടുത്തിരിക്കുന്നത്. 16,00,000 15,00,000 ആൾക്കാർ അനുമോളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അനുമോൾ കൊടുത്തെന്നല്ല. കാരണം പല ആൾക്കാരും അനുമോളോട് 16,00,000 രൂപ അല്ലെങ്കിൽ 15,00,000 രൂപ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അനുമോൾ കൊടുത്തിട്ടുണ്ട് എന്നല്ല എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ 1,00,000 രൂപ മാത്രമേ അനുമോൾ കൊടുത്തിട്ടുള്ളൂ. 50,000 രൂപ ആദ്യം കൊടുത്തു, പിന്നെ 50,000 കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ബിനു പറഞ്ഞിരിക്കുന്നത് 11,011 രൂപയാണ് ഗൂഗിൾ പേ അയച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് അനുമോൾ പറഞ്ഞിരിക്കുന്നത് 50,000 രൂപ കൊടുക്കാൻ വേണ്ടി ആരെയോ ആരെയോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പൈസ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ അനുമോൾ ഉള്ളിലായതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അനുമോൾ പുറത്ത് അറിഞ്ഞപ്പോഴാണ് അവർ കൊടുത്തിട്ടില്ലായിരുന്നു എന്ന്. അപ്പം ബിനുവിന് കിട്ടിയിട്ടില്ലായിരുന്നു ആ പൈസ എന്നാണ് അനുമോൾ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിന്നിയോട് എനിക്ക് പറയാനുള്ളത്, ബിന്നി അനുമോൾ PR കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബിന്നിയും കൊടുത്തിട്ടുണ്ട് PR. കാരണം എന്തേലും ഉള്ളിൽ കാണിച്ചാൽ മാത്രമേ PRന് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം PR ഇല്ലെന്ന് പറഞ്ഞിട്ട് ബിന്നി കിടന്ന് പറയേണ്ട ആവശ്യമില്ല. അനുമോക്ക് PR ഉണ്ട്. പക്ഷെ അനീഷിനും അനുമോക്കും തമ്മിൽ വോട്ടിൻ്റെ ഡിഫറൻസ് 7,00,000 കൂടുതലാണ് വോട്ടിങ്ങിൻ്റെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അത് ബിന്നി കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനീഷിൻ്റെ കാര്യം പിന്നെ പറയുന്നൊന്നുമില്ല ജയിക്കുന്ന കാര്യം. പക്ഷേ അനുമോൾ ഡിസർവിങ് അല്ല എന്ന് പറയുന്നത് കൊണ്ട് പറയുന്നതാണ്. അനുമോക്ക് 7,00,000 രൂപ 7,00,000 വോട്ടിൻ്റെ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു വിജയത്തിന്. PR മുന്നേമോട്ട് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ചോദിക്കുകയാണ്, PR കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള കാരണം. PR കൊണ്ട് മാത്രം ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. കാരണം PR പൈസ കൊടുത്ത് ആരെയും വോട്ട് ചെയ്യിക്കാനൊന്നും പറ്റൂല. പറ്റിയാൽ തന്നെ ഒരു വോട്ടിന് ഈ 16,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഒരു വോട്ടിന് ഒരാൾക്ക് എത്ര രൂപ വെച്ച് കൊടുക്കണം? ഇപ്പോൾ 100 ദിവസമല്ലേ? അപ്പോൾ 100 ദിവസം എത്ര രൂപ കൊടുക്കേണ്ടി വരും? അവർ ഹോട്ട്സ്റ്റാറിൻ്റെ റീചാർജ് ചെയ്യേണ്ടി വരും. വോട്ട് കൊടുക്കുന്നത് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും. ഇത്രയൊക്കെ രൂപ കൊടുത്താൽ എത്ര വോട്ട് ചെയ്യിക്കാൻ പറ്റും? മാക്സിമം ഒരു 10,000 വോട്ട്. ഓക്കെ ഒരു പ്രാവശ്യം വേണം ചെയ്യിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ബിനുവിന് അപ്പോൾ ഒരു പൈസ വേണ്ടേ, എമൗണ്ട് വേണ്ടേ, എത്ര കോടി കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു വോട്ട് ചെയ്യിക്കാൻ ആയിട്ട്? ആലോചിച്ച് നോക്കി. അപ്പം വോട്ട് മറിക്കാനൊന്നും പറ്റും. പിന്നെ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ചാനൽ ചുമ്മാതിരിക്കുന്നതാണ്. അവർക്കൊക്കെ ഫേക്കായിട്ടുള്ള വോട്ടും അല്ലാത്ത വോട്ടും ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു കേട്ടതനുസരിച്ച് ഹോട്ട്സ്റ്റാറിനകത്ത് ഒരിക്കലും ഫേക്കായിട്ടുള്ള വോട്ടുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മൊബൈലില്ലാതെ എന്തായാലും ഹോട്ട്സ്റ്റാർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ID ഇല്ലാണ്ട്, മൊബൈൽ നമ്പർ ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ആ ID വെച്ചിട്ടാണ് അതിൽ വെച്ചു മൊബൈൽ നമ്പർ വെച്ചിട്ടേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരു ദിവസം ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ ആൾക്കാരെ കൊണ്ടുള്ള PR ഇങ്ങനെ ആൾക്കാരെ കൊണ്ടെല്ലാം വോട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും ജനങ്ങൾക്ക്? അപ്പം കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഹോട്ട്സ്റ്റാറിൽ അങ്ങനത്തെ തരികട പരിപാടിയൊന്നും ഏഷ്യാനെറ്റ് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഏഷ്യാനെറ്റ് PR ഉണ്ടായിട്ടും കണ്ടസ്റ്റൻസിനോടെല്ലാം ആദ്യമൊന്നും പറയാതിരുന്നത്. കാരണം അക്ബറും ആര്യനും അനുമോളും എല്ലാവരും സമ്മതിച്ചാണ് അവർ PR ഉണ്ടെന്ന്. ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ അനുമോൾക്ക് മാത്രമായി PR എന്നായിട്ടുണ്ടായിരുന്നു, അല്ലേ? അതാണ് ഞാൻ പറയാൻ വന്നത്. PR എന്ന് വെച്ചാൽ അനു ഇപ്പം ബിന്നി പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് വെച്ചിട്ട് ഒരു കാര്യം ഞാൻ ആലോചിക്കാവുന്നതാണ്. കാരണം
പിന്നെ പറയുന്നത് വെച്ചാൽ അനുമോടെ PR മറ്റുള്ളവരെ ബിന്നിയും മറ്റുള്ളവരെല്ലാം ഡീഗ്രേഡ് ചെയ്തിട്ടാണ് അനുമോക്ക് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ചെയ്തത് മോശമാണ്. ഞാൻ നല്ലതെന്ന് പറയുന്നത് അവർ ഡീഗ്രേഡ് ചെയ്യുന്നത് മോശമാണ്. പിന്നെ 8,00,000 കൊടുത്തിട്ട് ബിന്നിയുടെ PR എന്താണ് ചെയ്തത്? അപ്പൊ എന്തുകൊണ്ട് ബിന്നിയുടെ PR-നോട് ചോദ്യം ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് എന്തുകൊണ്ട് ബിന്നിയുടെ PR അനുമോളെ ഡീഗ്രേഡ് ചെയ്തില്ല? മറ്റുള്ളവർ ഡീഗ്രേഡ് ചെയ്ത് ബിന്നിക്ക് എന്താണ് ഉറപ്പ് അനുമോടെ PR തന്നെയാണ് ബിന്നിയെ മറ്റുള്ളവരെയും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്? ഒന്ന്. രണ്ടാമത്തെ കാര്യം എങ്ങനെ മനസ്സിലായി അനുമോടെ ആൾക്കാർ തന്നെ PR തന്നെയാണ് ബിന്നിയെ ഡീഗ്രേഡ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ മനസ്സിലായി? സെക്കൻഡ്, ബിന്നി കൊടുത്ത അല്ലെങ്കിൽ ആര്യം കൊടുത്ത അക്ബർ കൊടുത്ത ആൾക്കാർ നിങ്ങളുടെയൊക്കെ PR എന്തെടുക്കുമായിരുന്നു? ബിന്നിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, ബിന്നി ഓൾറെഡി കുറച്ച് ഗെയിം കളിച്ചൊരു വ്യക്തിയാണ് ബിന്നി. നല്ലവണ്ണം ആദ്യമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയെങ്കിലും ബിന്നി നല്ലൊരു ഗെയിമറാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പിന്നീട് ബിന്നി നല്ലോണം കളിക്കുന്നുണ്ട്. പിന്നെ അത്രയും ദിവസം നിൽക്കുകയും എത്ര ദിവസം ഓർമ്മയില്ല, കുറേ 50 കൂടുതൽ ദിവസം ബിന്നി അവിടെ നിന്നിട്ടുണ്ട് അല്ലേ? അപ്പം ബിന്നി നല്ലൊരു ഗെയിമറാണ്. എന്നിട്ട് പോലും ബിന്നി കൊടുത്ത PR എന്തുകൊണ്ട് ബിന്നിയുടെ വേണ്ടി പ്രവർത്തിച്ചില്ല? ഇത്രയും അനുമോടെ PR നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് അനുമോക്ക് കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ അനുമോക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങി ചെല്ലേണ്ട. ഓൾറെഡി ഇത്ര മില്യൺ എങ്ങാണ്ട് അനുമോക്ക് ഫാൻസ് ഉള്ളതാണ്. അനുമോളെ അങ്ങനെ മിക്കവാറും കേരളത്തിലുള്ള മിക്കവാറും എല്ലാവർക്കും അറിയാം. സെക്കൻഡ് തിങ്സ്, അതൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജിനുവിന്. അതുപോലെ ബിന്നിയുടെ PR എന്തെടുക്കാറുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നീട് PR എന്തെടുക്കുമായിരുന്നു അവിടെ? എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. പിന്നീട് PR എന്തെടുക്കുമായിരുന്നു എന്ന്. അപ്പോൾ അതൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ബിന്നിയുടെ PR എന്തായിരുന്നു അവിടെ എടുക്കുന്നത്? ബിന്നിക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല? അവരെന്തുകൊണ്ട് നിങ്ങളിപ്പം പറയുന്ന ആരും പറയുന്നത് ഹ്യൂമാനിറ്റി ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല ബിഗ് ബോസ് ഷോയിൽ. അപ്പം ബിന്നി ആദ്യം ചെയ്യുന്നത് അനുമോളയിൽ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്ത കാര്യം പറയാണ്ട് ആദ്യം പോയിട്ട് ബിന്നിയുടെ PR-നോട് ചോദിക്കുക എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല എന്ന്. അത് മാത്രം ചോദിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. അപ്പം അവിടെ നിന്നുള്ള മറുപടി അല്ലെങ്കിൽ ആ കൊടുത്ത കാശിൻ്റെ പകുതി തിരിച്ചു തരാൻ പറയാം. കാരണം വർക്കൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ലക്ഷം അനുമോൾ 1,00,000 രൂപ കൊടുത്തു, നിങ്ങൾ 8,00,000 രൂപ കൊടുത്ത ആൾക്കാരും അത് കൂടുതൽ കൊടുത്ത ആൾക്കാർക്കൊക്കെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതല്ല അവർ. അതായത് PR കൊടുക്കുമ്പോൾ നല്ല ആൾക്കാരെ നോക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ കൊടുത്തിട്ടൊരു കാര്യമില്ല. ഞാൻ കുറ്റം പറയുന്നതല്ല, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിഷമം ഉണ്ടാകും, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും വിഷമങ്ങളും ഞാനായാലും എനിക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞില്ലേ, ഷോ കഴിഞ്ഞു. കപ്പ് അനുമോടെ വീട്ടിലിരിപ്പുണ്ട്. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യം, കൂടുതൽ ഫ്രണ്ട്സായിട്ട് പോവുക, ഫ്രണ്ട്ഷിപ്പായിട്ട് പോവുക, അല്ലാണ്ടൊന്നും പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അങ്ങനെ പുറമെ. ഞാനിപ്പം ശൈത്യയുടെ കാര്യം കൊണ്ട് വീഡിയോ എടുത്തുള്ളൂ. ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പുറമെ അധികം കാണിക്കാതിരിക്കുക. വെറുതെ ഷോ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കാൻ സിനിമയുണ്ട്, സീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഉണ്ട്, ഷോസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഈ കാണുന്ന ആൾക്കാരെല്ലാം മുഖാമുഖം നോക്കേണ്ടത്, നിങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ട്, അവിടെയൊക്കെ പോകേണ്ടതാണ്. അപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുക. പിന്നെ ഇത് അത് ഗെയിമായിട്ട് എടുത്തു. ഗെയിമിൻ്റെ പുറത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു എടുത്തു, എന്ത് വേണം ചെയ്തു. ഗെയിമിൻ്റെ ഉള്ളിലെ സംഭവം അതങ്ങ് വിട്ട് കളയാൻ അതേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.